നമ്മുടെ ഒ പിയിലൊക്കെ വരുന്ന ഡയബറ്റിക് പേഷ്യൻസ് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു ഡൗട്ടാണ്. അതായത് ഈ ബ്ലഡ് ചെക്ക് ചെയ്യുന്ന ഷുഗർ നോക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ചെക്ക് ചെയ്യുന്ന ദിവസം മരുന്ന് അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോയെന്ന്. അവരുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ലാബിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. ശരിക്കും നമ്മൾ ഷുഗർ നോക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ചെക്ക് ചെയ്യുന്നത് 2 ടെസ്റ്റാണ്. അതായത് വെറും വയറ്റിലും പിന്നെ ഭക്ഷണം കഴിച്ച് ഒരു 1.5-2 മണിക്കൂറിനുള്ളിലുള്ള ഒരു ടെസ്റ്റ്, അതായത് ഫാസ്റ്റിങ്ങും PPBS. ശരിക്കും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുന്നത് തലേന്ന് രാത്രി നമ്മളെടുത്ത ഇൻസുലിൻ അല്ലെങ്കിൽ ഗുളിക കൊണ്ട് നമ്മുടെ ഷുഗർ കൺട്രോൾ ആവുന്നോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഫാസ്റ്റിംഗ് നോക്കേണ്ട സമയത്ത് മരുന്ന് അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ രണ്ടാമത് ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗർ നോക്കുന്നതിന് മുന്നേ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന പോലെ ഇൻസുലിൻ എടുക്കുന്നവരാണെങ്കിൽ ഇൻസുലിൻ എടുക്കുക, അല്ല ടാബ്ലറ്റ് കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെ കഴിച്ചിട്ട് വേണം ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുന്ന ദിവസം മാത്രം മരുന്ന് മുടക്കിയിട്ട് മരുന്ന് എടുക്കാതെ അല്ലെങ്കിൽ ഇൻസുലിൻ അല്ലെങ്കിൽ ഗുളിക എടുക്കാതെയാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ അന്നത്തെ ദിവസം മാത്രം ബ്ലഡ് ഷുഗർ കൂടിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർക്ക് പ്രത്യേകിച്ച് മരുന്നിൽ ഒരു വ്യത്യാസവും വരുത്താൻ പറ്റത്തില്ല. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുന്നതിന് മുന്നേ മരുന്ന് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗർ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ വേണം നമ്മൾ ഇൻസുലിൻ അല്ലെങ്കിൽ ഗുളിക എടുക്കേണ്ടത്.